ഞാൻ ഇനി കമ്പിളി നാരങ്ങ കൊണ്ടൊരു അച്ചാറാണ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കിയിട്ട് ശരിയാവുമെന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അച്ചാറുണ്ടാക്കാനുള്ള നാരങ്ങ ആവി കയറ്റിയിട്ട് ഉപ്പെല്ലാം മിക്സാക്കിയിട്ട് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. ഇത് അച്ചാറാ നോക്കുന്ന എണ്ണ ചൂടാക്കാനുള്ള ചട്ടിയാണ് ഇനി അടുപ്പത്ത് കടന്ന് ചൂടാകുന്നത്. ഇനി എണ്ണയിലെടുത്തിട്ട് വരട്ടെ. ഇനി ചൂടായ ചട്ടീനകത്ത് ഇനി എണ്ണ വയ്ക്കട്ടെ. അടുത്തൊക്കെ കൊണ്ട് വെച്ചിട്ട് അങ്ങ് ശരിയാവുന്നില്ലല്ലോ ഭഗവാനെ. ഈ തളിച്ച എണ്ണയിലോട്ട് കുറച്ച് നന്നായിട്ട് കടുക് ഇട്ടു. മറന്നുപോയി ഞാൻ സാധനം വെച്ചാൽ എനിക്ക് മറന്നതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് അച്ചാർ പൊടി ഇട്ട് ഉപ്പും ചേർത്തു. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് തിളക്കാൻ വേണ്ടി വെച്ചതാണ്. കുറച്ച് തിളക്കട്ടെ. എന്നിട്ട് അപ്പോഴത്തേക്ക് വിനാഗിരിയെല്ലാം എടുത്തിട്ട് വരാം. അങ്ങനെ അതായത് ഗ്രേവി തിളച്ചതിന് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. വിനാഗിരി ആവശ്യത്തിന് ചേർത്തില്ലാണ്ട് വേഗം പൂപ്പൽ വരും. അതും കൂടി ഒന്ന് തിളക്കട്ടെ. അടുപ്പിൽ കത്തൽ കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി തീ കൂട്ടേണ്ട പരിപാടി നോക്കട്ടെ. ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി അച്ചാർ കൂടി ചേർക്കുന്നുണ്ട്. മുളക് കൂടി കുറച്ച് ചേർത്തില്ലോ. ഉലുവ കാണാതുകൊണ്ട് ഉലുവ കുറവുണ്ട്, അതുകൊണ്ട് അച്ചാർ കൂടി കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഞാൻ അതിലും കൂടി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. പൂച്ചക്കൂട്ടെല്ലാം പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. അവർ എല്ലായിടത്തും ഓടി വരും എന്നാ സംഗതി നോക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് തന്നാൻ പറ്റുന്നതാണോ അല്ലയോ എന്നാണ് മാവൂന്നാക്കിക്കൊണ്ട് അതിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിന് ആവി കയറ്റി വെച്ചതിന് ബബ്ലൂസ് നാരങ്ങൻ്റെ പീസിന് അതിൻ്റെ അകത്തോട്ട് ചേർക്കുവാൻ പോകുന്നു. അതാഹുവ എന്താവുന്നൊന്നും അറിയില്ല. വന്തടിയോ അച്ചാർ കായി കിട്ടുമെന്നൊന്ന്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഏതായാലും ഇളകി ചട്ടിയിൽ കൊള്ളുന്നുണ്ട്. ചീനച്ചട്ടിയിൽ മാതള നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടെന്ന് ആരും അനുഭവം വെച്ച് ഉണ്ടാക്കിയതാണ്. അതുപോലെ ആയിക്കിട്ടുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഒന്ന് പൊടിക്കട്ടെ. അടിയിൽ ഇതിൽ വെള്ളം ഇറങ്ങുമെന്നും അറിയാതുകൊണ്ട് അധികം വെള്ളം വെച്ചിട്ടില്ല. ഇതിൽ 2 ദിവസം മുമ്പേ അച്ചാറാക്കിയിട്ട് ഫുൾ പിന്നെ കാട്ടാമ്പള്ളി പുഴയിലെ വെള്ളം മാതിരി ഉണ്ടായിരുന്നു എൻ്റെ അച്ചാർ. അതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും എന്ന് പറയാം. കാട്ടാമ്പള്ളി ഞാൻ ഉണ്ടാക്കിയ അച്ചാറിനെക്കാട്ടി നല്ലത്. ഏതെല്ലാം ഒന്ന് ഇന്നത് തട്ടിപ്പൊത്തി വെക്കാൻ. വെള്ളം ഇറങ്ങുമോ ഇല്ലയോ നമുക്ക് നോക്കാം. കഞ്ഞി പരീക്ഷണമാണ് ബബ്ലൂസ് നാരങ്ങ വെച്ചിട്ട്. ചെറിയ അടുപ്പ് വെച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ഇതിൻ്റെ അടുപ്പ് തന്നെ വെച്ചിട്ട് നല്ല വെക്കുന്നത്. സംഗതി ചീനച്ചട്ടിയൊന്നുമല്ല, അപ്പച്ചട്ടിയാണ്. കാരണം ഇതിൽ അപ്പം ചൂടുന്നില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ചീനച്ചട്ടിയാക്കി മാറ്റി.
അപ്പച്ചട്ടിക്ക് വാങ്ങിയതാണ്. ഏതായാലും ഒന്ന് 5 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നോക്കാം ആയോ ഇല്ലയോ എന്ന്. നാരങ്ങയിൽ കൂടെ ഗുളു 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 ആവുന്നുണ്ട്. ഗുളു 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 ആയിട്ട് വേവട്ടെ. ഏതായാലും ഞാൻ ഫസ്റ്റ് വയ്ക്കല്ലോ, ഫസ്റ്റ് രാഹുലിനെ കൊടുക്കുക. അതുകൊണ്ട് വേറൊക്കെ പിടിച്ചാൽ കുഴപ്പമില്ല. രാഹുൽ പുറത്ത് പോയിട്ടുള്ളൂ അത് പിന്നെ ചിക്കൻ്റെ തല മണിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും അച്ചാറോ പുളിങ്കറിയോ സാമ്പാറോ എന്തായാലും നോക്കട്ടെ. ഇത് വന്നിട്ട് സംഗതി വന്നിട്ടൊന്നും കാണുന്നില്ല. ഞാൻ വെച്ചത് പഞ്ഞി പഞ്ഞി പോലെ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ വന്നിട്ടൊന്നും കാണില്ല. അത് 5 മിനിറ്റും കൂടി വെക്കണം തോന്നുന്നു. ഇത് ആയിട്ടില്ല. ഇതിന് ഭയങ്കര കയ്പ്പാണ്. ഇനി വെള്ളം ചേർക്കേണ്ടി എന്ന് തോന്നും. അപ്പോൾ ഇനി ചട്ടി മാറ്റേണ്ടി വരും. അതും കൂടി ഒന്ന് മാറ്റാം. ഇതിൽ വെള്ളം ചേർക്കാൻ വിട്ടു. പിന്നെ അതുകൊണ്ട് അത് വേറെ തന്നെ ഉരുക്കിയിട്ടാണ് ഇതിനകത്തോട്ട് ചേർത്തത്. ഇപ്പോൾ പുളി കുറവായതുകൊണ്ട് കുറച്ച് വിനാഗിരിയും ചേർക്കുന്നുണ്ട്. ഉപ്പെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവി എല്ലാം ഓക്കെ ആയി. ഇനി അതുകൊണ്ട് ഇറക്കി വെക്കുക. ഇനി എൻ്റെ അച്ചാർ അങ്ങനെ റെഡിയായി. അങ്ങനെ അച്ചാർ 2 മിനിറ്റ് ആ വെല്ലവും പിന്നെ വിനാഗിരിൻ്റെ പുളിയെല്ലാം പിടിക്കണം. അതുകൊണ്ട് അത് മൂടി വെച്ചിട്ടുള്ളൂ. അതിന് കുറച്ച് ഞാൻ അവിടെ ഇറക്കും. അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.